നീണ്ടൊരു ഉറക്കത്തിന് ശേഷം മണാലിയിൽ നിന്ന് നമ്മൾ ഡൽഹിയിൽ എത്തിയേക്കാണ്. ഡൽഹിയിൽ നമ്മൾ 4-5 ദിവസം ഉണ്ടായിരുന്നു. കാരണം വേറെ ഒന്നല്ല, മണാലിയിൽ നിന്ന് ഡൽഹി വന്ന് അവിടുന്ന് ആഗ്ര പോയി പിന്നെ ജയ്പൂർ പോകാൻ വേണ്ടി നമ്മളെല്ലാം ബുക്ക് ചെയ്തായിരുന്നു. പക്ഷേ ഇന്ത്യ പാകിസ്ഥാന്റെ യുദ്ധം കാരണം ഇതെല്ലാം ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ 4-5 ദിവസം ഡൽഹിയിൽ അടിച്ചു പൊളിക്കാമെന്ന് ഞാൻ കരുതി. മണാലി പോകുന്നതിന് മുന്നേ ഡൽഹി നമ്മളൊന്ന് കവർ ചെയ്തിരുന്നു. തിരിച്ചു വന്ന് ബാക്കിയും കൂടെ എക്സ്പ്ലോർ ചെയ്തു. ഈ വീഡിയോ ഡൽഹിയിലെ 4-5 ദിവസത്തെ കറക്കങ്ങളാണ്. ഒരു ദിവസം നമ്മൾ കനോട്ട് പ്ലേസിൽ വന്നിരുന്നു. സരോജിനി മാർക്കറ്റ് പോയിട്ട് വന്നിട്ടാണെന്ന് തോന്നുന്നു. ഇവിടെ നല്ല കളക്ഷൻ ഉണ്ട്, പക്ഷേ ഇവിടെ അവിടത്തെക്കാൾ നല്ല എക്സ്പെൻസീവ് ആയിരുന്നു. എനിക്ക് ഡൽഹിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് മെട്രോ സർവീസ്. ഇതൊക്കെ പീക്ക് ടൈം ആയതുകൊണ്ട് ഇരിക്കാൻ പോയിട്ട് നിൽക്കാൻ പോലും സ്ഥലമില്ലായിരുന്നു. എനിക്ക് സീറ്റ് കിട്ടി. ഞാൻ ഇടിച്ചു തള്ളി ഇരുന്നിട്ടുണ്ട്. പണ്ട് എന്നെ അമ്മച്ചി പഠിപ്പിച്ചിട്ടുണ്ട്. സദ്യക്ക് ഇടിച്ചെല്ലിയിരിക്കാൻ എന്നെ അമ്മച്ചി പഠിപ്പിച്ചാണ്. അതുകൊണ്ട് ഞാൻ പഠിച്ചു. ഇടിച്ച് കുത്തി നിരങ്ങിയിട്ടാണേലും നമ്മൾ വന്നത് KFCയിലെ ചിക്കൻ തിന്നാനായിരുന്നു. എന്തായാലും ഈ 15 ദിവസത്തെ യാത്ര എങ്ങനെ പോയെന്ന് ചോദിച്ചാൽ അറിയില്ല. അങ്ങനെ അവരോട് ബായ് പറഞ്ഞ് നമ്മൾ പെട്ടിങ് കിടക്കൊക്കെ ആയിട്ട് തിരിച്ചു. എന്തായാലും ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത കുറെ കാഴ്ചകളും ആൾക്കാരും അനുഭവങ്ങളുമായിട്ട് ഈ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. എന്തായാലും പോകുന്നതിന് മുന്നേ തിരിച്ചു ഒരാളെയും കൂടെ പരിചയപ്പെടാൻ പറ്റി. ഇതാണ് ഡുഗു ബേബി. എന്നാൽ അവനോടും ടാറ്റ പറഞ്ഞു നമ്മൾ തിരിച്ചതേ നമ്മുടെ സ്വന്തം എറണാകുളത്ത് എത്തിയിരിക്കുന്നു.